പുരുഷന്മാരെ മാനസികമായി ഏറെ വിഷമിപ്പിക്കുകയും എന്നാൽ പലരും സമൂഹത്തിൽ തുറന്നു പറയാൻ മടിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർണമായ ശാരീരിക അവസ്ഥയാണ് ഗൈനക്കോമാസ്റ്റിയ അഥവാ പുരുഷന്മാരിലെ അമിതമായ സ്തന വളർച്ച. ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം പല യുവാക്കളും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസക്കുറവ് അനുഭവിക്കുകയും ദൈനംദിന ജീവിതത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോവുകയും ചെയ്യാറുണ്ട്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീഷർട്ടുകൾ ധരിക്കാനുള്ള മടി, സുഹൃത്തുക്കളോടൊപ്പം നീന്താൻ പോകാനുള്ള വിമുഖത, ഭാവിയിലെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള അനാവശ്യമായ ആശങ്കകൾ എന്നിങ്ങനെ പലതും ഇവരെ പൊതുവേദികളിൽ നിന്നും സുഹൃത്ത് വലയങ്ങളിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നു. ഇത് കേവലം ഒരു ബാഹ്യമായ പ്രശ്നം എന്നതിലുപരി ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തെയും സാമൂഹിക ഇടപെടലുകളെയും ആഴത്തിൽ ബാധിക്കുന്ന ഒന്നാണ്. എന്നാൽ കൃത്യമായ ശാസ്ത്രീയ വിവരങ്ങൾ മനസ്സിലാക്കുകയും അനുയോജ്യമായ വൈദ്യസഹായം തേടുകയും ചെയ്താൽ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്ന ഒരു സാധാരണ ശാരീരിക അവസ്ഥ മാത്രമാണെന്നത് യാഥാർത്ഥ്യം ഭൂരിഭാഗം പേരും തിരിച്ചറിയാറില്ല. ഈ അവസ്ഥയ്ക്ക് പിന്നിലെ യഥാർത്ഥ ജീവശാസ്ത്രപരമായ കാരണം നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ്. പുരുഷന്മാരിൽ പ്രധാനമായി കാണപ്പെടുന്ന ആൻഡ്രോജൻ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയുകയും സ്ത്രീകളിൽ കൂടുതൽ കാണപ്പെടുന്ന ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് ആപേക്ഷികമായി കൂടുകയും ചെയ്യുമ്പോൾ മാറിടത്തിലെ കോശങ്ങൾ അമിതമായി വളരാൻ ഇടയാകുന്നു. വൈദ്യശാസ്ത്രപരമായി ഇതിനെ പ്രധാനമായും രണ്ടു തരത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് യഥാർത്ഥ ഗൈനക്കോമാസ്റ്റിയ അഥവാ ട്രൂ ഗൈനക്കോമാസ്റ്റിയ. ഇവിടെ സ്തനകേന്ദ്രികൾ അഥവാ ഗ്ലാൻഡുലാർ ടിഷ്യൂ തന്നെയാണ് നേരിട്ട് വളരുന്നത്. രണ്ടാമത്തേത് സ്യൂഡോ ഗൈനക്കോമാസ്റ്റിയ എന്നറിയപ്പെടുന്നു. ഇതിൽ സ്തനഗ്രന്ഥികളുടെ വളർച്ചയ്ക്ക് പകരം അമിതവണ്ണം കാരണം മാറിടത്തിലെ ഭാഗങ്ങളിൽ വലിയ തോതിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയാണ് ചെയ്യാറുള്ളത്. മിക്ക വ്യക്തികളിലും ഈ രണ്ടു ഘടകങ്ങളും അതായത് കൊഴുപ്പും ഗ്രന്ഥികളും ഒരുമിച്ച് കാണപ്പെടാറുണ്ട്. പ്രായമാറ്റങ്ങൾക്കനുസരിച്ച് ശരീരത്തിൽ സംഭവിക്കുന്ന സ്വാഭാവിക പ്രക്രിയയുടെ ഭാഗമായും ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ പ്രകടമാകാറുണ്ട്. കൗമാരപ്രായത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ഭൂരിഭാഗം ആൺകുട്ടികളിലും ഇത് താൽക്കാലികമായി കണ്ടുവരാറുണ്ടെങ്കിലും ഏകദേശം 80 മുതൽ 90% പേരിലും ഏതാനും മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ഉള്ളിൽ തന്നെ ഇത് തനിയെ മാറിപ്പോകാറുമുണ്ട്. എന്നാൽ ഇങ്ങനെ തനിയെ മാറാത്തവർക്ക് മാത്രമാണ് പിൽക്കാലത്ത് പ്രത്യേക ചികിത്സ ആവശ്യമായി വരുന്നത്. ഇതിനു പുറമെ ഇന്നത്തെ ആധുനിക ജീവിതശൈലി, വ്യായാമക്കുറവ്, ഫാസ്റ്റ് ഫുഡ് ശീലങ്ങൾ എന്നിവ കാരണം ശരീരത്തിൽ അമിതമായി കൊഴുപ്പ് അടിയുന്നതും ഇതിലേക്ക് നയിക്കുന്നു. മറ്റൊരു പ്രധാന കാരണം ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങളാണ്. പ്രത്യേകിച്ച് ബോഡി ബിൽഡിങ്ങിനായി യുവാക്കൾ അശ്രദ്ധമായി ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡുകൾ, ചിലതരം ആന്റാസിഡുകൾ, മാനസിക ആരോഗ്യങ്ങൾക്കായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ശരീരത്തിലെ ഹോർമോൺ ഘടനയെ താളം തെറ്റിച്ചുകൊണ്ട് ഗൈനക്കോമാസ്റ്റിയയ്ക്ക് കാരണമായി ഭവിക്കാറുണ്ട്. ഈ അവസ്ഥ അനുഭവിക്കുന്ന പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം ഇത് വെറും വ്യായാമം കൊണ്ടോ ഡയറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്നുകൾ കൊണ്ടോ മാറ്റാൻ കഴിയുമോ എന്നതാണ്. തുടക്കത്തിൽ തന്നെ ഹോർമോൺ വ്യതിയാനം കണ്ടെത്തുകയാണെങ്കിൽ ചില സാഹചര്യങ്ങളിൽ മരുന്നുകൾ ഫലപ്രദമായേക്കാം. എന്നാൽ ഭൂരിഭാഗം പേരിലും പ്രത്യേകിച്ച് സ്തനഗ്രന്ഥികളുടെ വളർച്ച വ്യക്തമായിട്ടുള്ളവരിൽ മരുന്നുകൾ കൊണ്ട് കാര്യമായ മാറ്റം തന്നെ ഒന്നും ഉണ്ടാകാറില്ല. ഗൈനക്കോമാസ്റ്റിയ എന്നത് ഒരു മാരകമായ രോഗമല്ലെങ്കിൽ പോലും കട്ടിയുള്ള ഗ്രന്ഥികളുടെ വളർച്ച കേവലം വ്യായാമം കൊണ്ടോ കർശനമായ ഡയറ്റ് കൊണ്ടോ മാത്രം ഇല്ലാതാക്കാൻ കഴിയില്ലെന്നതാണ് മെഡിക്കൽ യാഥാർത്ഥ്യം. ഇത്തരം സാഹചര്യങ്ങളിൽ പൂർണ്ണമായ പരിഹാരത്തിന് ശസ്ത്രക്രിയ തന്നെയാണ് ഏറ്റവും സുരക്ഷിതവും ഫലപ്രദവുമായ മാർഗം. ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ലൈപ്പോസെക്ഷൻ വഴി മാർഗത്തിലെ അമിതമായ കൊഴുപ്പിനെ ചെറിയ സുഷിരത്തിലൂടെ സാക്ഷൻ മെഷീൻ ഉപയോഗിച്ച് വലിച്ചെടുക്കുകയും ഗ്ലാൻഡുലാർ എക്സിഷൻ വഴി നിപ്പിളിന് താഴെയുള്ള ചെറിയ മുറിവിലൂടെ ഉള്ളിലെ കട്ടിയുള്ള ഗ്രന്ഥിയെ പൂർണ്ണമായി നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ആധുനിക ശസ്ത്രക്രിയ രീതിയിലൂടെ വളരെ ലളിതമായി പരിഹരിക്കാൻ കഴിയുന്ന ഒന്നായതിനാൽ ഇതിനെക്കുറിച്ച് ഓർത്ത് വലിയ രീതിയിലുള്ള ഭയത്തിന്റെ ആവശ്യമേ ഇല്ല. ഈ സർജറിയുടെ പ്രത്യേകത എന്തെന്നാൽ പുറമെ വലിയ പാടുകളോ അടയാളങ്ങളോ അവശേഷിക്കാറില്ല എന്നത് മാത്രമല്ല, 1-2 ദിവസത്തിനുള്ളിൽ തന്നെ വ്യക്തിക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനും സാധിക്കും. ഡെസ്ക് ജോലികൾ ചെയ്യുന്നവർക്ക് 3 മുതൽ 4 ദിവസത്തിനകം ജോലിയിൽ പ്രവേശിക്കാമെങ്കിലും ഭാരമേറിയ ജോലികളും കഠിനമായ വ്യായാമങ്ങളും ജിമ്മിൽ പോകുന്നതും 4 മുതൽ 6 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ പാടുള്ളൂ. വിപണിയിൽ കാണുന്ന വ്യാജമായ എണ്ണകളുടെയോ ലേപനങ്ങളുടെയോ പരസ്യങ്ങളിൽ വീണ് സമയവും പണവും കളയാതിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഓർത്ത് ലജ്ജിക്കുകയോ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുകയോ ചെയ്യാതെ ശരിയായ ശസ്ത്രക്രിയ വസ്തുതകൾ മനസ്സിലാക്കുവാനും മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിച്ച് നിങ്ങളുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും സംരക്ഷിക്കുവാനും വീഡിയോ പൂർണ്ണമായി കണ്ട് പരമാവധി ഷെയർ ചെയ്യുക.